നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരത്ത് ബസ് സ്കൂട്ടറിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. അപകടം കുഞ്ചത്തൂർ തുമിനാട് ദേശീയപാതയിൽ. സഫിയ വധം വിധി പ്രസ്താവിച്ചു. 3 പ്രതികൾ കുറ്റക്കാർ. 2 പേരെ വെറുതെ വിട്ടു. ശിക്ഷ ബുധനാഴ്ച പ്രഖ്യാപിക്കും. നാടു കാത്തിരുന്ന വിധി. ഏറെ ആഹ്ലാദമുണ്ടെന്ന് സഫിയയുടെ പിതാവ്. വാക്ക് പാലിക്കണമെന്ന് ആവശ്യം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അമ്മമാർ മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തും. വീടില്ലാത്തവർക്ക് വീടൊരുക്കി KMCC. റിയാദ് KMCC മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ ബൈത്തുർ റഹ്മാൻ സമർപ്പണം ബുധനാഴ്ച. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ നെഹ്റു കോളേജ്. PG ബ്ലോക്കിന്റെ പണി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് SFI സമരം. കുഡ്ലു വിഷ്ണുമംഗല ക്ഷേത്രത്തിൽ കവർച്ച. ക്ഷേത്ര ഭണ്ഡാരം കവർന്നു. വിശദമായ വാർത്തകളിലേക്ക്. മഞ്ചേശ്വരം തുമിനാട് ബസ് സ്കൂട്ടറിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. ഉദ്വാവറിലെ ശിഹാബ്, കുഞ്ചത്തൂരിലെ സിനാൻ എന്നിവരാണ് മരിച്ചത്. ചൊവ്വാഴ്ച 3 മണിയോടെയാണ് അപകടം. തൂമിനാട് ദേശീയപാതയിൽ ബസ്സും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന കുഞ്ചത്തൂർ സ്വദേശിയായ 16-കാരൻ ഷിഹാബ്, ഉദ്യാവര സ്വദേശി 18-കാരൻ ഷിനാൻ എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 2:30 സംഭവം. മത്സരിച്ചോടുകയായിരുന്ന സ്കൂട്ടർ യാത്രക്കാരെ തലപ്പാടിയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന IB ഡിലക്സ് എന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. മൃതദേഹങ്ങൾ മംഗൾപാടി മോർച്ചറിയിലേക്ക് മാറ്റി. ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ഒരാളെ സാരമായ പരിക്കുകളോടെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൈഡ് കൊടുക്കാത്തതിന്റെ പേരിൽ തെറിവിളിച്ച സ്കൂട്ടർ യാത്രക്കാരെ സ്വകാര്യ ബസ് ഉദ്ദേശപൂർവ്വം ഇടിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ചിട്ടും നിർത്താതെ പോയ ബസ് തിരിച്ചെത്തിയപ്പോൾ രോഷാകുലരായ നാട്ടുകാർ ഡ്രൈവറെ കയ്യേറ്റം ചെയ്തു. റഹ്മാൻ ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സഫിയ വധം വിധി പ്രസ്താവിച്ചു. 3 പ്രതികൾ കുറ്റക്കാർ. 2 പേരെ വെറുതെ വിട്ടു. ശിക്ഷ ബുധനാഴ്ച പ്രഖ്യാപിക്കും. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. കോളിളക്കം സൃഷ്ടിച്ച സഫിയ വധക്കേസിന്റെ വിധി ജില്ലാ സെഷൻസ് കോടതി പ്രഖ്യാപിച്ചു. 3 പേരെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. പൊവ്വൽ മാസ്തിക്കുണ്ടിലെ KC ഹംസ, ഭാര്യ മൈമൂന, അബ്ദുള്ള എന്നിവരെയാണ് കുറ്റക്കാരായി കോടതി കണ്ടെത്തിയത്. ആദൂർ സ്റ്റേഷനിൽ ASI ആയിരുന്ന ഗോപാലകൃഷ്ണനെയും ഇടനിലക്കാരനെയും കോടതി വെറുതെ വിട്ടു. സെഷൻസ് കോടതി ജഡ്ജി ശക്തിധരനാണ് കേസിൽ വിധി പറഞ്ഞത്. തങ്ങൾക്ക് നീതി ലഭിച്ചുവെന്ന് സഫിയയുടെ പിതാവ് മൊയ്തു പറഞ്ഞു. 2 പേരെ വെറുതെ വിട്ട സംഭവത്തിൽ പരിശോധന നടത്തുമെന്നും അഡ്വക്കേറ്റ് C ഷുക്കൂർ പറഞ്ഞു. ഏറ്റവും നമ്മുടെ കോടതിയിൽ സമർപ്പിച്ച രേഖകളെയും അതുപോലെ സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ വിധിയെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ 2 പ്രതികളെ വെറുതെ വിട്ടതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾ പരിശോധിക്കും. അതിനാവശ്യമാണെങ്കിൽ അതിൽ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അപ്പീൽ ഫയൽ ചെയ്യും. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു കേസിൽ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് പ്രോസിക്യൂട്ടർ എന്നതിൽ എൻ്റെ ദൗത്യം. അത് നിർവഹിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാടു കാത്തിരുന്ന വിധി. ഏറെ ആഹ്ലാദമുണ്ടെന്ന് സഫിയയുടെ പിതാവ് മൊയ്തു പറഞ്ഞു. വിധി കേട്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മനുഷ്യനും എന്തിന് ദൈവവും സാക്ഷ്യം പറയാനില്ലാത്ത നിസ്സഹായത മറികടന്ന് ശാസ്ത്രീയ തെളിവുകൾ അവലംബിച്ച് 9 വർഷങ്ങൾക്കു ശേഷം തന്റെ മകളുടെ ദാരുണ കൊലപാതകത്തിന്റെ ചുരുളുകളഴിച്ച് പ്രതികളെ കോടതി ശിക്ഷിക്കുമ്പോൾ ആ പിതാവ് ഓർത്തിരിക്കണം 9 വർഷങ്ങൾക്ക് മുൻപ് പോലീസിൽ നിന്നും നേരിട്ട ഭീകരാനുഭവം. മകളെ കാണാതെയായി ആദൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ട കൊല്ലപ്പെട്ട സഫിയയുടെ പിതാവ് BA മൊയ്തുവിനെ പോലീസ് നേരിട്ടത് ക്രൂരമായ ചോദ്യശരങ്ങളിലൂടെയാണ്. അവരയാളെ കുട്ടിയെ കുടകിലാക്കി സംഖ്യ കൈപ്പറ്റാൻ കള്ളം പറയുന്ന പിതാവാക്കി. ആ നിമിഷം മുതൽ മൊയ്തുവെന്ന പിതാവ് മനസ്സിലാക്കിയിരിക്കണം നീതിപാലകരുടെ കണ്ണിൽ ചോരയില്ലാത്ത നടപടികൾ. എന്നിട്ടും 9 വർഷങ്ങളോളം ആ പിതാവ് നിയമവഴിയിൽ മകൾക്ക് നീതി കിട്ടാൻ പോരാടി. കോടതി നല്ല ശിക്ഷ കൊടുക്കും വിശ്വാസമുണ്ട്. ഞങ്ങളൊന്നിച്ച് സമരത്തിലും എല്ലാത്തിലും ഒന്നിച്ച് എല്ലാവർക്കും നന്ദി പറയും. ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിക്കോട്ടെ. ശിക്ഷ കൊടുക്കും. സഭയ്ക്ക് നീതി കിട്ടി ഞങ്ങൾ വിശ്വസിക്കുന്നു. മക്കളെ വെട്ടിനുറുക്കി കുഴിച്ചു മൂടിയവരെ ശിക്ഷിക്കുന്നത് കാണാൻ സഫിയയുടെ പിതാവ് കുടക് അയ്യങ്കേരി വീട്ടിൽ നിന്നും ഇന്നലെ പുറപ്പെട്ടിരുന്നു. വൈകിട്ട് 4 മണിക്ക് കാഞ്ഞങ്ങാട് കൊളവയലിലെ ബന്ധുവീട്ടിലെത്തി. അവിടെ നിന്ന് രാവിലെ കോടതിയിലുമെത്തി. നിയമത്തിലുള്ള ഉറച്ച വിശ്വാസവും വിധിയിൽ ആഹ്ലാദവും ആ പിതാവിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. വാക്ക് പാലിക്കണമെന്ന് ആവശ്യം. മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അമ്മമാർ.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശ ചെയ്ത സാമ്പത്തിക സഹായം അർഹരായ മുഴുവൻ പേർക്ക് നൽകുക, കടങ്ങൾ എഴുതിത്തള്ളുക, പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുക, സൗജന്യ മരുന്ന് വിതരണം ചെയ്യുക, മെഡിക്കൽ കോളേജ് ആരംഭിക്കുക, ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ പേർക്കും പെൻഷൻ അനുവദിക്കുക, പുനരധിവാസ പ്രവർത്തനം ഏറ്റെടുക്കുക, ട്രിബ്യൂണൽ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വീണ്ടും സമരം ആരംഭിക്കുന്നത്. 2014 ജനുവരി 28 മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിലെ കഞ്ഞിവെപ്പ് സമരത്തെ തുടർന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ശക്തമായ പ്രക്ഷോഭം നടത്തേണ്ടി വരുന്നതെന്ന് എൻഡോസൾഫാൻ പീഡിത മുന്നണി പ്രവർത്തകർ പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് പോലും ഇല്ല. പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ് ഇപ്പോഴും തറക്കല്ലിലാണ് എന്നുള്ള ഈ രീതിയിൽ കാസർഗോഡ് ഭരണകൂടം നടത്തിയിട്ടുള്ള വലിയൊരു കൂട്ടക്കൊലയുടെ ഭാഗമായിട്ട് ഇരകളാക്കപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരുടെ മേൽ വലിയ ദയാരഹിതമായ ഒരു നിലപാടാണ് സർക്കാർ. സെൽ യോഗങ്ങൾ വളരെ പ്രഹസനമായിട്ട് മാറുകയാണ്. ഇതിന്റെ മുന്നോടിയായി ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനത്തിൽ കാസർഗോഡ് വെച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഉറപ്പുകൾ മുഴുവൻ ലംഘിച്ച ഒരു ഘട്ടത്തിലാണ് ഒരു അന്തിമ സമരം എന്നുള്ള നിലയിൽ അത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പട്ടിണി സമരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം കാസർഗോഡ് വെച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വലിയൊരു കൂട്ടായ്മയിൽ ഉണ്ടാക്കുകയും അവരുടെ ഒത്തുചേരൽ കാസർഗോഡ് നടത്തുകയും ചെയ്യും. ഈ സമരത്തിന് കാസർഗോട്ടെ മുഴുവൻ ജനപിന്തുണയും ആർജിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രചരണ പരിപാടികളും ഇതോടനുബന്ധിച്ച് കാസർഗോട്ടും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ നടത്താനാണ് പൊതുവെ എൻഡോസൾഫാൻ പീഡിത മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. പ്രവർത്തക യോഗം ഡോക്ടർ അംബിക സുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ടി ശോഭന അധ്യക്ഷത വഹിച്ചു. മുനീസ അമ്പലത്തറ, അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ, പി മുരളീധരൻ, വി ടി കാർത്യായനി, രാഘവൻ പിലിക്കോട്, സി വി നളിനി, ചന്ദ്രാവതി പാക്കം, പ്രേമചന്ദ്രൻ ചോമ്പാല, റസിമോൾ ബാബു, ചന്ദ്രമതി പി, സി വി പ്രേമരാജൻ, സ്റ്റീഫൻ, ഷിഹാബുദ്ദീൻ, ഒ കെ നളിനി, കെ സുമിത്രൻ, ടി നാരായണൻ എന്നിവർ സംസാരിച്ചു. അമ്പലത്തറ കുഞ്ഞകൃഷ്ണൻ സ്വാഗതവും അബ്ദുൾ ഖാദർ ചട്ടഞ്ചാൽ നന്ദിയും പറഞ്ഞു. സിറ്റി വാർത്തകൾക്ക് വേണ്ടി കെ വി സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സെപ്റ്റംബർ 5 ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങണമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 2 ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ തൊഴിലാളികളെ സജ്ജമാക്കാൻ സംയുക്ത ട്രേഡ് യൂണിയൻ കൺവെൻഷൻ തീരുമാനിച്ചു. ദേശീയ പണിമുടക്കിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താനും തീരുമാനിച്ചു. STU സംസ്ഥാന സെക്രട്ടറി റഹ്മത്തുള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തേക്ക് മുതൽ മുടക്കാൻ ആളുകൾ വരണം, അവർ വരട്ടെ, നമ്മൾ ആരും അതിനെതിരല്ല. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുതിയ മുദ്രാവാക്യമാണ് കേന്ദ്ര ഗവൺമെന്റ് മുദ്രാവാക്യം. മുദ്രാവാക്യങ്ങളൊക്കെ സ്വീകരിക്കാൻ അവർക്ക് അവകാശമുണ്ട്, അതിനൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ഇന്ത്യയെ സൃഷ്ടിക്കുക, ഇന്ത്യയെ കെട്ടിപ്പടുക്കുക എന്ന മുദ്രാവാക്യത്തിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് മുതൽ മുടക്കാൻ വിദേശ മുതലാളിമാരും ഇന്ത്യയിലെ മുതലാളിമാരും കൂടി തയ്യാറാണെങ്കിൽ അതിന്റെ മുന്നുപാധി എന്ന് പറയുന്നത് നിലവിലുള്ള തൊഴിൽ നിയമങ്ങളൊക്കെ മാറ്റുക എന്നുള്ളതാണ്. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ടി കൃഷ്ണൻ, പി ജി ദേവ്, കരുവള്ളൂർ വിജയൻ, ശംസുദ്ദീൻ ആലൈ, കൈപ്പുറത്ത് കൃഷ്ണൻ നമ്പ്യാർ, കെ വി കൃഷ്ണൻ, ടി കെ രാജൻ, സി വി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പി രാഘവൻ സ്വാഗതം പറഞ്ഞു. എൻഡോസൾഫാൻ ഭീകരതയെ അതിജീവിച്ച് HMS-ന് പ്രവേശനം നേടിയ ശ്രുതിക്ക് ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷന്റെ സ്നേഹോപഹാരം. പഠനത്തിനുള്ള തുക അസോസിയേഷൻ കൈമാറി. എൻഡോസൾഫാന്റെ മുറിപ്പാടുകളെ അതിജീവിച്ച് ഹോമിയോപ്പതിക് പഠനത്തിലേക്ക് കാലൂന്നിയ കാസർഗോഡ് കുണ്ടാറിലെ ശ്രുതിക്ക് ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ സ്നേഹോപഹാരം സമ്മാനിച്ചു. ശ്രുതിയുടെ പഠനത്തിന് വേണ്ടി IHMA സമാഹരിച്ച 1,60,000 രൂപ ജില്ലാ ട്രഷറർ ഡോക്ടർ ഇട്ടി രവി സമ്മാനിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സഞ്ജീവ് എം ലാസർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ M രാധാകൃഷ്ണൻ നായർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഗിരീഷ് കൃഷ്ണ നന്ദിയും പറഞ്ഞു. പ്രസ് ക്ലബ് പ്രവർത്തക യൂണിയൻ ഭാരവാഹി ഡോക്ടർ MO വർഗീസ് യോഗത്തിൽ സംസാരിച്ചു. കേരള സർക്കാർ ശ്രുതിക്കു നൽകിയ സഹായ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി നടത്തുവാൻ സംഘടനാ പ്രതിനിധികൾ മുഖ്യമന്ത്രിയെയും ജില്ലാ കളക്ടറെയും നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, ശ്രുതിയെക്കുറിച്ച് നേരിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മളെപ്പോലെ തന്നെ പത്രമാധ്യമങ്ങളിലുള്ള വിവരം മാത്രമേ ശ്രുതിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ളൂ. നേരിട്ട് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നോ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളോ ആരും തന്നെ അക്കാര്യത്തിൽ വീണ്ടും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ശ്രുതി
നമ്മോട് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായി നമ്മുടെ ഒരു കൂട്ടായ ശ്രമം അതിനാവശ്യമാണ് എന്ന് ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്നും ശ്രുതിക്ക് വാക്കുകൊടുക്കുന്നു. ഡോക്ടർ ഇട്ടി രവി, ഡോക്ടർ സഞ്ജീവ് എം ലാസർ, ഡോക്ടർ എം രാധാകൃഷ്ണൻ നായർ, MO വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വീടില്ലാത്തവർക്ക് വീടൊരുക്കി KMCC. റിയാദ് KMCC മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ ബൈത്തുറുമാ സമർപ്പണം ബുധനാഴ്ച നടക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. യശശരീരനായ മുൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി കേരളത്തിൽ അനുവദിച്ചു നൽകുന്ന വീടുകളിൽ മണ്ഡലത്തിലെ പ്രഥമ ബൈത്തുറഹ്മയുടെ താക്കോൽദാനം ജൂലൈ 15 ബുധനാഴ്ച നടക്കുമെന്ന് റിയാദ് KMCC മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോർക്കാടി പഞ്ചായത്തിലെ ധർമ്മനഗറിന് സമീപത്തെ നീരോളിക്കയിലെ മമ്മൂഞ്ഞി ഉസ്താദിന്റെ കുടുംബത്തിന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള വീടിന്റെ താക്കോൽ കൈമാറും. ചടങ്ങിൽ മുസ്ലിം ലീഗിന്റെയും വർഗ ബഹുജന സംഘടനയിലെയും മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന ബൈത്തുറഹ്മയുടെ സമർപ്പണം അതവിടുത്തെ ഒരു പള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്ന മമ്മൂഞ്ഞി ഉസ്താദ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് നൽകുന്നത്. അതിന്റെ സമർപ്പണ ചടങ്ങ് ഈ മാസം 15-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 4:30 അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻവശത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് സമർപ്പണം നടക്കുകയാണ്. AKM അഷ്റഫ്, അബ്ദുൽ ഹമീദ് ചെറുകോളി, ഹുസൈൻ മച്ചമ്പാടി, ഇബ്രാഹിം, PB അബൂബക്കർ, റൈഷാദ് ഉപ്പള, ജബ്ബാർ പള്ളം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ നെഹ്റു കോളേജ് PG ബ്ലോക്കിന്റെ പണി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് SFI സമരം. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ PG ബ്ലോക്കിനായി കഴിഞ്ഞ വർഷം ആരംഭിച്ച പ്രവൃത്തി ഇപ്പോഴും പാതി വഴിയിലാണ്. PG ബ്ലോക്ക് പണി പൂർത്തിയാക്കുക, BA മലയാളത്തിന് ക്ലാസ് മുറി ഒരുക്കുക, ക്ലാസ് മുറികളിൽ ചോർച്ച ഇല്ലാതാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. ഈ ഉപവാസ സമരം നടത്തുന്നതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ നെഹ്റു കോളേജിന്റെ മാനേജ്മെന്റ് ഈ നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മുന്നേ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് PG ബ്ലോക്ക് എന്ന്. അതുപോലെ തന്നെ അത് ഇതുവരെയും നടപ്പാകാത്ത ഒരു സാഹചര്യങ്ങളുണ്ടാവും. മാനേജ്മെന്റിനോട് ചോദിക്കുമ്പോഴൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും എല്ലാം ഒരു പരാജയപ്പെടുത്തുന്ന രീതിയിലാണ് മാനേജ്മെന്റിന്റെ നയം പോയിക്കൊണ്ടിരിക്കുന്നത്. SFIയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരത്തിൽ SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, വൈശാഖ് ശോഭനൻ, മഹേഷ്, നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. കുഡ്ലു വിഷ്ണുമംഗല ക്ഷേത്രത്തിൽ കവർച്ച. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു കവർച്ച. കുട്ലു വിഷ്ണുമംഗല ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കവർച്ച നടന്നു. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഭണ്ഡാരം മോഷണം പോയി. ഇവിടെ 3-ാം തവണയാണ് മോഷണം നടക്കുന്നത്. ക്ഷേത്രത്തിലെ മേൽശാന്തി പ്രസന്ന ഷാൻബാഗ് രാവിലെ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ക്ഷേത്രത്തിലെ ട്രസ്റ്റി KG ഷാൻബാഗ് ടൗൺ പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. കുറ്റിക്കോൽ നെരുത ഗ്രന്ഥാലയത്തിന്റെ കോൺഫറൻസ് ഹാൾ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കുറ്റിക്കോൽ നെരൂദ ഗ്രന്ഥാലയത്തിന് പുതുതായി നിർമ്മിക്കുന്ന കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ജൂലൈ 16 നടക്കും. കവി കുരീപ്പുഴ ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ പ്രശസ്ത നാടകകൃത്ത് പ്രൊഫസർ N ശശിധരൻ സാംസ്കാരിക പ്രഭാഷണം നടത്തും. യുവകഥാകൃത്ത് PV ഷാജികുമാർ ഹാൾ നിർമ്മാണത്തിനുള്ള ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങും. അപ്പോൾ കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഈ 16-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിക്ക് കവി കുരീപ്പുഴ ശ്രീകുമാർ നിർവഹിക്കും. ആ സമ്മേളനത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ N ശശിധരൻ സാംസ്കാരിക പ്രഭാഷണം നടത്തും. കഥാകൃത്ത് VP ഷാജികുമാർ കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണത്തിനുള്ള ആദ്യ സംഭാവനകൾ ഏറ്റുവാങ്ങും. കൂടാതെ കുറ്റിക്കോൽ പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോപാലൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. ചടങ്ങിൽ T ബാലൻ, P ഗോപിനാഥൻ, BA പ്രിയ ടീച്ചർ, K ബലരാമൻ നമ്പ്യാർ, K രാധാകൃഷ്ണൻ നമ്പ്യാർ, H അനിത, A കരുണാകരൻ, K അഹമ്മദ് ഷരീഫ്, T രാജൻ, ഗോപി കുറ്റിക്കോൽ, ബിനുലാൽ, ഉണ്ണി, പ്രേമൻ മുച്ചുകൊന്ന് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിക്കും. B അബു, M മാധവൻ, P വേണുഗോപാൽ, ശ്രീജിത്ത്, K വേണുഗോപാലൻ, P സുരേഷ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ദുബായ് KMCC ബൈത്തുറഹ്മ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം ബുധനാഴ്ച നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ദുബായ് KMCC ഉദ്ദുമ മണ്ഡലം കമ്മിറ്റി ചീമേനിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ബൈത്തുറഹ്മയുടെ താക്കോൽദാനം ജൂലൈ 15 UAE KMCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം എളേറ്റിൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ചെമ്പ്രക്കാനത്ത് തയ്യാറാക്കിയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. ബഷീർ വെള്ളിക്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തും. കഴിഞ്ഞ വർഷം മരണപ്പെട്ട ഉദുമ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷാഫി പാക്കിയാരയുടെ കുടുംബത്തിനാണ് ബൈത്തുർ റഹ്മാൻ നൽകുന്നത്. ദുബായിൽ നിന്നുള്ള യാത്രയിൽ നാട്ടിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് മരണപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകന് വേണ്ടിയാണ് ഈ ബൈത്തുർ റഹ്മാൻ നിർമ്മിച്ചിട്ടുള്ളത്. അദ്ദേഹം ഉദുമക്കാരനാണെങ്കിലും ഈ ബൈത്തുർ റഹ്മാൻ നിർമ്മിച്ചിട്ടുള്ളത് കയ്യൂർ ചീമേരി പഞ്ചായത്തിൽപ്പെട്ട ചെമ്പ്രക്കാനം എന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് അവിടെ ആയതുകൊണ്ടും അവരുടെ താമസ സൗകര്യം അവിടെ ആയതുകൊണ്ടുമാണ് അങ്ങോട്ട് നിർമ്മാണം മാറ്റിയത്. അതോടൊപ്പം ഈ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം ഒരു 3 മാസം കൊണ്ടാണ് 8 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടുള്ള ഈ ഒരു ബൈത്തുർ റഹ്മാൻ നിർമ്മാണം പൂർത്തിയാക്കിയത്. വാർത്താ സമ്മേളനത്തിൽ ഉദുമ മണ്ഡലം KMCC ഭാരവാഹികളായ റഫീഖ് മാങ്ങാട്, അഷ്റഫ് ബോസ്, ഷെരീഫ് തായ്യത്തൊടി, OM അബ്ദുള്ള, ഗുരുക്കൾ എന്നിവർ പങ്കെടുത്തു. കാസർകോട്ടെ സംഗീത കലാകാരനെ കള്ളക്കേസിൽ കുടുക്കുന്നതായി ആക്ഷേപം. ഇതിനെതിരെ മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ രംഗത്ത്. സംഗീത കലാകാരനെ നിരന്തരമായി കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുന്നുവെന്ന് മ്യൂസീഷ്യൻ വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെല്ലിക്കുന്ന് സ്വദേശിയായ ശിവപ്രസാദ് എന്ന കലാകാരനെയാണ് 7ഓളം കേസുകളിലായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയിൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാവുന്ന വകുപ്പുകൾ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SP-ക്ക് നേരിട്ട് പരാതി കൊടുത്തുവെങ്കിലും യാതൊരുവിധ നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായി കാണുന്നില്ല. ഇത് ഗൂഢാലോചനയാണെന്നും യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ കളിക്കുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നില്ലെങ്കിൽ SP ഓഫീസ് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അതുപ്രകാരം വീട്ടിൽ പോയ ആളെ പിന്നെ തിരിച്ചയച്ചിട്ട് നേരെ മംഗളാപുരം കൊണ്ടുപോയി 1 മാസം കാണാതാക്കിയിട്ട് അവളെ ബ്രെയിൻ വാഷ് ചെയ്തതിനു ശേഷം എനിക്കെതിരെ ബലാത്സംഗത്തിന് കേസിട്ടു. അപ്പൊ ഈ ബലാത്സംഗത്തിന്റെ വകുപ്പ് എന്ത്? IPC 376 റേപ്പ്. ഈ റേപ്പ് ഇട്ടത് നമ്മുടെ ഡൽഹിയിലെ റേപ്പ് കേസ് ഗോവിന്ദചാമിയുടെ സെയിം വകുപ്പ്. അത് കല്യാണം കഴിഞ്ഞിട്ട് ഈ 5 മാസം ജീവിച്ച് എന്റെ പേരിട്ടത്. കാസർഗോഡ് CI അന്വേഷിച്ചപ്പോൾ ഇത് കളവാണെന്ന് മനസ്സിലായി. അതേസമയം ആ സമയത്ത് SP കോടതിയിലേക്ക് അത് ഫാൾസ് റെഫർ ചെയ്തത് കള്ള കേസാണ്. എന്നിട്ട് അവർക്ക് ഉൾട്ട കേസായി ഇതിന്റെ അടിസ്ഥാനത്തിൽ. അതിനുശേഷം ഫാമിലി കോടതിയിൽ കേസ് കൊടുത്തു. അതും നല്ലതായിട്ട് ഓൾറെഡി ഡിസ്മിസ് ചെയ്തു. പ്രമോദ് കാഞ്ഞങ്ങാട്, കിരൺകുമാർ, C ഫിറോസ്, ശ്രീകുമാർ, SK ശിവപ്രസാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ. അസുഖം മൂലം പൈക്ക സ്വദേശി മരിച്ചു. പൈക്ക ചാത്തപ്പാടിയിലെ CH ചന്ദ്രയാണ് മരിച്ചത്. കഞ്ചാവ് വിൽപ്പന എതിർത്തതിന് വ്യാപാരിയെ കടയിൽ കയറി മർദ്ദിച്ചു. ബന്തെടുക്കയിലെ കബീറിനാണ് പരിക്കേറ്റത്. മട്ക കളിക്കുകയായിരുന്ന 2 പേർ അറസ്റ്റിൽ. ഉക്കിനടുക്കയിലെ ശശികാന്ത്, ഉദയ എന്നിവരാണ് അറസ്റ്റിലായത്. ആശാ വർക്കർമാരുടെ കലക്ടറേറ്റ് മാർച്ച് 20 നടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. കഴിഞ്ഞ ദിവസം അന്തരിച്ച കുഞ്ചത്തൂരിലെ ഹമീദ് അലിക്ക് നാടിന്റെ യാത്രാമൊഴി. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരാണ് അന്ത്യപ്രണാമം അർപ്പിക്കാനെത്തിയത്. കുഞ്ചത്തൂർ സ്വദേശിയായ അബ്ദുൽ ഹമീദ് അലിക്ക് നാട് കണ്ണീരോടെ വിട നൽകി. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയിരുന്നു. BJP മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് ഹരിശ്ചന്ദ്ര, CPI നേതാവ് രാമകൃഷ്ണ, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി AKM അഷ്റഫ്, രഘു ഷെട്ടി, സൈഫുള്ള തങ്ങൾ, MSF മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് മഞ്ചേശ്വരം, പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ ഉദ്യാവര, അസീസ് ഹാജി, പ്രിയ മൊയ്തീൻ, KM അബ്ദുൽ ഖാദർ എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. നാടിന്റെ ഏത് പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുന്ന ഹമീദ് അലിയുടെ വിയോഗം പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. അമിത്ഷാനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും ചില ആൾ സം ആർ ബോൺ ഗ്രേറ്റ്, ചില ആൾക്കാർ ജന്മന മഹാന്മാരായി ജനിക്കുന്നു, ചില ആൾക്കാർ ഈ മഹത്വം അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. രണ്ടാമത്തെ കാറ്റഗറിയിലെ ആൾക്കാർ ഈ മഹത്വം അവരിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. മൂന്നാമത്തെ തരം ആൾക്കാർ, ഈ അവസാനത്തെ കാറ്റഗറിയിലെ ആൾക്കാരാണ് ശരിയായ മഹാൻ. അവരവരെ കർമ്മം കൊണ്ട് മഹത്വം നേടുന്നവരാണ് ഈ മൂന്നാമത്തെ ആൾക്കാർ. അപ്പോൾ എനിക്ക് തോന്നുന്നു അമിത്ഷായെ നമുക്ക് ഈ മൂന്നാമത്തെ കാറ്റഗറിപ്പെടുത്താം. എൻ്റെ തൊഴിൽ കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം കൊണ്ട്, എൻ്റെ ഐഡൻറ്റിറ്റി കൊണ്ട് പ്രശസ്തനായ നമ്മുടെ ഈ മഞ്ചേശ്വരത്തെ പേരിൽ വിരലെണ്ണാവുന്ന ചുരുക്കം ചില ആൾക്കാർക്ക് ഒരാളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരത്ത് ബസ് സ്കൂട്ടറിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. അപകടം കുഞ്ചത്തൂർ തുമിനാട് ദേശീയപാതയിൽ. സഫിയ വധം വിധി പ്രസ്താവിച്ചു. 3 പ്രതികൾ കുറ്റക്കാർ. 2 പേരെ വെറുതെ വിട്ടു. ശിക്ഷ ബുധനാഴ്ച പ്രഖ്യാപിക്കും. നാടു കാത്തിരുന്ന വിധി. ഏറെ ആഹ്ലാദമുണ്ടെന്ന് സഫിയയുടെ പിതാവ്.
വാക്ക് പാലിക്കണമെന്ന് ആവശ്യം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അമ്മമാർ മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തും. വീടില്ലാത്തവർക്ക് വീടൊരുക്കി KMCC. റിയാദ് KMCC മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ ബൈത്തുർ റഹ്മാൻ സമർപ്പണം ബുധനാഴ്ച. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ നെഹ്റു കോളേജ്. PG ബ്ലോക്കിന്റെ പണി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് SFI സമരം. കുഡ്ലു വിഷ്ണുമംഗല ക്ഷേത്രത്തിൽ കവർച്ച. ക്ഷേത്ര ഭണ്ഡാരം കവർന്നു. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCN മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kaserkodchannel.com. നമസ്കാരം.